ഇത് നട്ടുച്ചയാണ്. ജസൽമേരിൻ മരുഭൂമി സൂര്യന്റെ പ്രകാശം കൊണ്ട് സ്വർണം പോലെ ജ്വലിക്കുകയായിരുന്നു. കബീറും സീതയും മരുഭൂമിയുടെ നടുക്ക് നിൽക്കുകയായിരുന്നു. വാവ്, ജസൽമീറിനെ കുറിച്ച് നിങ്ങൾ എത്രത്തോളം പറഞ്ഞോ അതിനേക്കാളും നല്ല ഭംഗിയായിട്ടുണ്ട്. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ സീത, സമ്മർ സീസണിൽ ചുറ്റി നോക്കാൻ ഒരു ബെസ്റ്റായ ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടെന്ന് വെച്ചാൽ അത് ജയ്സൽമേറാണ്. പക്ഷെ മരുഭൂമി എത്ര ഭംഗിയായിരുന്നോ അത്രത്തോളം ആപത്തായതുമാണ്. വളരെ ദൂരം വരെ കാറ്റിന്റെ ശബ്ദവും പിന്നെ പഴയ ടെന്റുകൾ അനങ്ങുന്ന ശബ്ദവും കേട്ടുകൊണ്ടേയിരുന്നു. സീത തന്റെ മൊബൈലിൽ കുന്നുകൾ, ഒട്ടകങ്ങൾ, പിന്നെ അസ്തമിക്കുന്ന സൂര്യനെയും റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നു. സമയം അങ്ങനെ കടക്കാൻ തുടങ്ങി. അതായത് മരുഭൂമിയുടെ കുന്നിൽ സമയത്തിനെ പിടിച്ചടക്കിയതുപോലെ പെട്ടെന്ന് ഇരുട്ടാൻ തുടങ്ങി. കബീർ, ഇപ്പോൾ നമ്മൾ ഹോട്ടലിലേക്ക് തിരിച്ചു പോകാൻ ഒരുപാട് സമയമാകുമെന്ന് തോന്നുന്നു. നിനക്കെന്ത് വെട്ടുപിടിച്ചോ? മരുഭൂമിയിലെ രാത്രിനെ ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യമാവത് അനുഭവിച്ചേ തീരണം. കബീർ അവിടെയുള്ള ടെന്റുകൾ നോക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു വയസ്സായ ആൾ അവരുടെ മുൻപിലായി വന്നു നിന്നു. ഇവിടെ നോക്ക് ചേട്ടാ, ഇടത്തി രാത്രി എന്റെ ടെന്റിൽ വന്നിരിക്കൂ. നല്ല ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. ഭക്ഷണം, പോർവകൾ എല്ലാം ഉണ്ട്. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഒരു വിചിത്രമായ വേദനയുണ്ടായിരുന്നു. അദ്ദേഹം അവരെ സ്വാഗതം ചെയ്തത് മാത്രമല്ല അവരോട് സഹായവും ചോദിക്കുകയാണ്. പക്ഷെ അദ്ദേഹം സംസാരിച്ചു തീർക്കുന്നതിന് മുൻപേ 2 രൂപങ്ങൾ വേഗത്തിൽ നടന്ന് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. ഫൂൽചന്ദ് പിന്നെ ശ്യാംലാൽ. ഓ രാംചരൺ, നിന്റെ ടെന്റിലെ ആൾക്കാർ വരുന്നത് തീർന്നു പോയി. ഇനി ഇവർ എന്റെ ക്ലയന്റ് ആണ്. ഇവിടെ നിന്ന് പോയേക്കേ. രാംചരന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. പക്ഷെ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം പതുക്കെ നടന്ന് ഇരുട്ടിനെ നോക്കി തിരികെ ചെന്നു. സീതയും കബീറും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. മാഡം, അവൻ കള്ളം പറയുന്നു. ഞങ്ങളുടെ ടെന്റിൽ താമസിക്കൂ, എല്ലാ വസതികളും ഉണ്ട്. കബീറും സീതയും ഒന്നും മിണ്ടാതെ അവരുടെ പുറകെ ചെന്നു. ആ ടെന്റ് അകത്ത് വൃത്തിയുള്ളതായും വലുതായും വളരെ ആശ്വാസമുള്ളതായും തോന്നി. ഇതാണ് നിങ്ങളുടെ ടെന്റ്. മുൻപിലുള്ള റെഡ് കളർ ടെന്റ് ഉണ്ടല്ലേ, ഞങ്ങൾ രണ്ടുപേരും അവിടെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഏതൊരു ആവശ്യം വന്നാലും ഒന്ന് പറഞ്ഞേക്ക്. കബീറും സീതയും കിടന്നു. മരുഭൂമിയുടെ കാറ്റ് പതുക്കെ പതുക്കെ വേഗത്തിൽ വീശാൻ തുടങ്ങി. പിന്നെ ടെന്റിനെ ചുറ്റി എന്തോ പേടിപ്പിക്കുന്നത് പോലെ ഒരു ശബ്ദം വരാൻ തുടങ്ങി. രാത്രിയുടെ നിശബ്ദം വളരെ ഭയങ്കരമായിരുന്നു. അർദ്ധരാത്രിയായതും പെട്ടെന്ന് കാറ്റ് വളരെ വേഗതയിൽ വീശി. സീത ഉറക്കത്തിൽ നിന്നും എണീറ്റു. അവളുടെ ചെവികളിൽ പതുക്കെ, വളരെ പതുക്കെ കൊലുസിന്റെ ശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു. കബീർ, എണീക്കോ, പുറത്താരോ നടക്കുന്നത് പോലെ കൊലുസിന്റെ ശബ്ദമൊക്കെ കേൾക്കുന്നു. കബീർ ആഴ്ന്ന ഉറക്കത്തിലായിരുന്നു. സീത പതുക്കെ നടക്കാൻ തുടങ്ങി. പിന്നെ ടെന്റിന്റെ കർട്ടൻ മാറ്റി. പുറത്ത് കണ്ട കാഴ്ച അവളുടെ ശ്വാസം നിലയ്ക്കുന്നത് പോലെ തോന്നി. മുൻപിൽ കുറച്ചു ദൂരെയായി ഒരു പെണ്ണ് നിന്നുകൊണ്ടിരുന്നു. നീളമുള്ള ചുവന്ന ലഹങ്ക, പിന്നെ ഒരു കൊലുസ്, പിന്നെ തലയിൽ തുണി മൂടിയിരുന്നു. അത് അവളുടെ മുഖം നന്നായി മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. അവളുടെ അടുത്ത് കാറ്റ് ശാന്തമായിരുന്നു. പക്ഷെ അവൾ നടന്നു വരും തോറും തറയിലെ മണ്ണ് പതറാൻ തുടങ്ങി. അവളുടെ കാലുകളുടെ ഇടയിൽ മണ്ണ് വിറച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അവളുടെ പാദങ്ങളുടെ അടയാളം ഒന്നും മണ്ണിലില്ലായിരുന്നു. ആരാണ് നീ? ആരാണ് നീ? ആ പെണ്ണ് ഒരു മറുപടിയും പറഞ്ഞില്ല. തന്റെ വിരല് കാണിച്ച് തന്റെ അടുത്തേക്ക് വരാനായി അവളെ വിളിച്ചു. സീതയുടെ മുതുകത്ത് എന്തോ മഞ്ഞിറങ്ങിയതുപോലെ തോന്നി. അപ്പോഴാണ് ആ പെണ്ണ് തിരിഞ്ഞത് ചുവന്ന ടെന്റിനെ നോക്കി ചെന്നത്. അവിടെയാണ് ഫൂൽചന്ദും ശ്യാംലാലും ഉറങ്ങിക്കൊണ്ടിരുന്നത്. ആ പെണ്ണ് ഒച്ചയൊന്നും ഉണ്ടാക്കാതെ ടെന്റിനകത്തേക്ക് കേറി. അടുത്ത ക്ഷണം തന്നെ രണ്ടുപേരും എണീറ്റു. അവർ കണ്ണുകൾ തിരുമ്മിക്കൊണ്ടേ പറഞ്ഞു, അവർ ആ ചിലങ്കയണിഞ്ഞ രൂപം കണ്ടതും തന്നെ അവരുടെ മുഖം ആകെ വിളറിപ്പോയിരുന്നു. ആ പെണ്ണ് പതുക്കെ പതുക്കെ തന്റെ മുഖത്തിര എടുത്തു മാറ്റി. അവളുടെ മുഖം 1000 മുറിവുകൾ നിറഞ്ഞതുപോലെ ആയിരുന്നു. ചുവന്ന കണ്ണുകൾ, കറുത്ത നീളമുള്ള മുടി, പിന്നെ ഒരു ചിരി. അത് മനുഷ്യനെ ജീവനോടെ മിഴുങ്ങുന്നത് പോലെയായിരുന്നു. ആരാണ് നീ? നിന്റെ മരണം തിരികെ വന്നിരിക്കുകയാണ്. അടുത്ത ക്ഷണം തന്നെ അവൾ ഒരു ചെന്നായിയെ പോലെ ചാടി. അവളുടെ കൈ ശ്യാംലാലിന്റെ നെഞ്ച് കീറി മുറിച്ചു. അദ്ദേഹം നിലവിളിക്കുന്ന ശബ്ദം കേട്ടു. ഫൂൽചന്ദ് നിലവിളിച്ചു. പക്ഷേ മരണം അദ്ദേഹത്തിന്റെ കഴുത്തിൽ പല്ലുകൾ പതിപ്പിച്ചിരുന്നു. അല്പം നിമിഷത്തിനകം രണ്ടുപേരും ജഡങ്ങളായി മാറി. സീത ഇതെല്ലാം തന്നെ അവിടെ നിന്നുകൊണ്ട് കാണുകയായിരുന്നു. പെട്ടെന്ന് തണുത്ത ഒരു കൈ സീതയുടെ തോളത്ത് വന്നുകൊണ്ടു. സീത ഞെട്ടി തിരിഞ്ഞു നോക്കി. അവളുടെ മുന്നിലായി കബീർ നിൽക്കുകയായിരുന്നു. എന്തു പറ്റി സീത? നീ എന്തിനാ
വിൻഡോ പുറത്തിരിക്കുന്നത്? സീത വിറച്ചുകൊണ്ട് മുൻപിലുണ്ടായിരുന്ന ടെന്റിനെ ചൂണ്ടിക്കാണിച്ചു. അവിടെ ഇപ്പോഴാണ് കുറച്ചു ക്ഷണങ്ങൾക്ക് മുൻപ് അവൾ മരണത്തിന്റെ താണ്ഡവം കണ്ടത്. പെട്ടെന്ന് മരുഭൂമിയിലെ മണ്ണ് രണ്ടായി പുലരാൻ തുടങ്ങി. പിന്നെ ഭയങ്കരമായ രൂപത്തിലിരുന്ന ആ പെണ്ണ് മിന്നലിന്റെ വേഗതയിൽ അവരുടെ മുൻപിലായി വന്നു നിന്നു. കബീറിന്റെ ശ്വാസം നിലച്ചതുപോലെയായി. അദ്ദേഹത്തിന്റെ തൊണ്ട വരണ്ടുപോയി. ആരോ അദ്ദേഹത്തിന്റെ ഹൃദയമിടിപ്പ് നിർത്തിയതുപോലെ ആയിപ്പോയി. ശരീരമൊക്കെ മരവിച്ച് ആരോ കെട്ടിയിട്ടതുപോലെയായി. മണൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് വെട്ടുമുറിയുന്നത് പോലെയായി. ആ പെണ്ണിന്റെ മുഖം ഇപ്പോൾ മുൻപത്തെക്കാളും വളരെ ഭയങ്കരമായിരുന്നു. അവളുടെ കണ്ണുകളിൽ ദേഷ്യമുണ്ടായിരുന്നു. അവളുടെ തലമുടി കത്തിയ ചാമ്പലിൽ ചെയ്തതുപോലെയായിരുന്നു. പിന്നെ അവൾ ഭയങ്കരമായ ശബ്ദത്തോടെ ഉച്ചത്തിൽ പറഞ്ഞു, പേടിക്കണ്ട, നിന്നെ ഞാൻ കൊല്ലില്ല. നിന്നെ ഞാൻ ജീവനോടെ വെച്ചിരിക്കും. എന്നാലേ നീ എൻ്റെ കഥ എല്ലാരോടും പറയുള്ളൂ. കബീറിന്റെയും സീതയുടെയും കണ്ണുകൾ ഇരുട്ടുകൊണ്ട് നിറഞ്ഞു. പിന്നെ അവർ രണ്ടുപേരും ഒന്നിച്ചു മയങ്ങി നിലത്ത് വീണു. വീഴുന്നതും തന്നെ അവരുടെ മുന്നിലായി ഒന്നൊന്നായി പഴയ ചിത്രങ്ങൾ കത്തി ചുവന്ന നിറത്തിൽ മാറാൻ തുടങ്ങി. അതായത് ആരോ അവരുടെ കണ്ണുകളിൽ പഴയ ഒരു ചിത്രം കാണിച്ചതുപോലെ തോന്നി. റിയ കുഞ്ഞുനാളിൽ തന്നെ അനാഥയായി. അവളുടെ അച്ഛനും അമ്മയും അവൾ ചെറുപ്പത്തിൽ ഇരിക്കുമ്പോൾ മരിച്ചു. രാംചരൺ അവളുടെ അച്ഛന്റെ ഉറ്റ സുഹൃത്തായിരുന്നു. അദ്ദേഹമാണ് അവളെ വളർത്തി വലുതാക്കിയത്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അവളോട് പറയും, നീ കാരണമാണ് എന്റെ വ്യാപാരം നടക്കുന്നത്. നീ മാത്രമില്ലെങ്കിൽ എന്റെ അവസ്ഥ എന്താവുമെന്ന് അറിയില്ല. എന്തിനാ അച്ഛാ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിങ്ങളല്ലേ എന്നെ വളർത്തിയത്. നിങ്ങൾ എനിക്ക് എന്റെ അച്ഛനേക്കാളും വലുതാണ്. അവരുടെ ആ ചെറിയ ലോകം വളരെ മനോഹരമായിരുന്നു. എനിക്ക് ഓരോ സന്തോഷത്തിനും ആരെങ്കിലും ദ്രോഹികൾ കാണും. ഇവിടെ ആ ദ്രോഹികളാണ് ശ്യാംലാൽ പിന്നെ കൂൾചരൺ. രണ്ടുപേരും കൂലിപ്പണിക്കാർ. പക്ഷേ വൃത്തികെട്ട നോട്ടം, നശിച്ച മനസ്സ്. രണ്ടുപേരും രാംചരന്റെ ടെന്റിനു പുറത്തു നിന്നുകൊണ്ട് വളരെ ദേഷ്യത്തോടെ പറഞ്ഞു, രാംചരൻ, എത്ര ടൂറിസ്റ്റുകൾ വന്നാലും നിന്റെ മകളുടെ നടനത്തിനെ കാണിച്ച് അവർ നിന്റെ വശത്ത് ഇരിക്കുന്നത്. നിന്റെ കാരണമായ ഞങ്ങളുടെ വ്യാപാരം വളരെ കുറവായിട്ട് നടക്കുന്നത്. രാംചരൺ വളരെ ദേഷ്യത്തോടെ വന്നെന്ന് പറഞ്ഞെന്നാൽ, മര്യാദയായിട്ട് ഇവിടെ നിന്ന് പോയിക്കോ, അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. രണ്ടുപേരും ദേഷ്യത്തോടെ അവിടെ നിന്നും പോയി. സമയം വൈകുന്നേരമായി. രാംചരൺ ടെന്റിൽ നിന്നും പുറത്തേക്ക് ചെന്നു. ആ സമയത്തിനു വേണ്ടിയാണ് കൂൾചരനും ശ്യാംലാലും കാത്തുകൊണ്ടിരുന്നത്. രാത്രി രണ്ടുപേരും മദ്യപിച്ചിട്ട് ലഹരിയോടെ റിയയുടെ ടെന്റിനകത്തേക്ക് കയറി. റിയ അവരുടെ അവസ്ഥ കണ്ടിട്ട് പേടിച്ചു വിറച്ചു. നിങ്ങൾ ഈ സമയത്ത് ഇവിടെ എന്തിനാണ് വന്നത്? എന്റെ ടെന്റിൽ നിന്നും പുറത്തേക്ക് പോകും. പക്ഷേ ലഹരി തലയ്ക്ക് പിടിച്ച് അവർ രണ്ടുപേരും ഇപ്പോൾ ഒന്നും കേൾക്കുന്ന അവസ്ഥയിലല്ല. പോകുന്നു ഭയപ്പെടല്ലേ. പക്ഷേ അതിനു മുൻപ് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിക്കൊള്ളുന്നു. ആ ടെന്റിനകത്ത് നടന്ന കാര്യം അത് വാക്കുകൾ കൊണ്ട് പറയാനാവില്ല. അത് റിയ നിലവിളിച്ച ആ ശബ്ദം, പിന്നെ ടെന്റിനകത്തുണ്ടായിരുന്ന ഇരുട്ട്, അവരായിരുന്നു സാക്ഷി. അവർ രണ്ടുപേരും ചേർന്ന് റിയയുടെ ജീവിതം എന്നേക്കുമായി ഇരുട്ടാക്കി മാറ്റി. കുറച്ചു സമയത്തിനു ശേഷം അവരുടെ ലഹരി മാറിയതും കൂൾചന്ദ് കുറച്ചുകൊണ്ട് എന്തു പറഞ്ഞെന്നാൽ, ഇപ്പോൾ ഇവർ നമ്മളെ പറ്റി പറഞ്ഞേക്കും. നമ്മളെ പറ്റി പറയല്ല. നമ്മൾ ഇവരെ ജീവനോട് വിടാൻ പോകുന്നില്ല. ഇനി അടുത്ത ക്ഷണം തന്നെ റിയയുടെ ശ്വാസം നിലയ്ക്കപ്പെട്ടു. അവളുടെ ശരീരം തണുത്തുറഞ്ഞു. പിന്നെ അവളുടെ കണ്ണുകൾ എന്നേക്കുമായി ജീവനില്ലാത്തതായി മാറി. രാത്രി ഇരുട്ടത്ത് അവർ രണ്ടുപേരും അവളുടെ മൃതദേഹം കൊണ്ടുപോയി മരുഭൂമിയിൽ അടക്കം ചെയ്തു. രാവിലെ രാംചരൺ തിരികെ വന്നപ്പോൾ റിയ അവിടെ എവിടെയും ഇല്ലായിരുന്നു. പക്ഷേ ജനങ്ങൾ അവിടെ വിഷവാക്കുകളാണ് ചൊരിഞ്ഞത്. റിയ എന്തെങ്കിലും ടൂറിസ്റ്റിനോടൊപ്പം പാറിപ്പോയിട്ടുണ്ടാവും. ഈ കാലത്ത് പെൺകുട്ടികൾ ഇതുപോലെ തന്നെ ഉണ്ട്. അന്ന് തന്നെ രാംചരന്റെ ജീവിതം തകർന്നുപോയി. പക്ഷേ റിയയുടെ ആത്മാവ് സമാധാനമില്ലാതെ അലയാൻ തുടങ്ങി. കബീറിനും സീതയ്ക്കും വീണ്ടും ഓർമ്മ വന്നു. അവരുടെ മുൻപിലായി ഇപ്പോൾ റിയ ഇപ്പോഴും പ്രേതത്തിന്റെ രൂപത്തിൽ നിൽക്കുകയായിരുന്നു. മണൽ അവളെ ചുറ്റിക്കൊണ്ടേയിരുന്നു. ഇതാണ് ആ സ്ഥലം, എന്റെ ശരീരം അടക്കം ചെയ്ത സ്ഥലം. എനിക്ക് അവസാനത്തെ ചടങ്ങ് ചെയ്യൂ, എന്നാലേ എന്റെ ആത്മാവിന് മോക്ഷം ലഭിക്കത്തുള്ളൂ. അതിരാവിലെ ചെറിയ വെളിച്ചത്തിൽ കബീറും സീതയും രാംചരനെ കാണാനായി ചെന്നു. അവരുടെ കണ്ണുകൾ കണ്ണുനീർ കൊണ്ട് നിറഞ്ഞിരുന്നു. അവർ രാത്രി നടന്ന സംഭവത്തിനെ കുറിച്ച് സത്യമെല്ലാം തന്നെ രാംചരനോട് പറഞ്ഞു. രാംചരൻ അവിടെ തന്നെ തല ചുറ്റി വീണു. വളരെ ശാന്തമായ ആ സ്ഥലത്തേക്ക് ചെന്നു. അത് റിയയെ അടക്കം ചെയ്ത സ്ഥലമാണ്. പിന്നെ മര്യാദയോടുകൂടി അവളുടെ അവസാനത്തെ ചടങ്ങ് ചെയ്തു. കാറ്റ്
വളരെ ശാന്തമായി വീശി അലഞ്ഞു തിരിഞ്ഞൊരു ആത്മാവിന് മോക്ഷം കിട്ടിയതുപോലെ. പക്ഷെ ആ മണ്ണിനടിയിൽ ഇപ്പോഴും എന്തോ അനങ്ങുന്നുണ്ട്, എന്തോ ഒന്ന് മിഴിച്ചിരിക്കുന്നത് പോലെ. ജസർ മീർ ഇപ്പോഴും എൻ്റെ കഥ ഓർമ്മ വെച്ചിട്ടുണ്ടാകും.